അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അങ്ങനെ വടി ഒടിയുകയുമില്ല, പാമ്പ് ചാവുകയുമില്ല എന്ന അനിശ്ചിതമായ ആ ഒരു അവസ്ഥയ്ക്ക് വിരാമമായി. നമ്മുടെ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന കേരള സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെച്ചു. നമ്മുടെ ഈ ന്യൂജൻ പിള്ളേർക്ക് ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്നതാണ് PM ശ്രീ അതെന്താക്കും, എന്ത് കാട്ടും എന്നുള്ളത്. അപ്പോൾ അത് തീരുമാനമായി. അത് അത്രത്തോളം ആശ്വാസകരമാണ്. കാരണം തങ്ങളുടെ ഈ പര്യവസാനം എന്താകുമെന്ന് അറിയാതെ ഖബറിൽ ആളുകൾ കിടക്കുമ്പോൾ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു തോന്നലായിരിക്കും ഖബർവാസികൾ. എന്നാൽ മഹ്ശറയിൽ ചെല്ലുമ്പോൾ അവർ വിലപിക്കുമെന്നാണ്. യാ വൈലനാമം ബാസനാമിം മർക്കദിനഹാദ, ഞങ്ങളുടെ ഉറക്കത്തിന്ന് ഞങ്ങളെ ഉണർത്തിയതാരാണ്. അതായത് മഹ്ശറിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഖബറിൽ കിടന്നതായിരുന്നു മെച്ചം എന്ന് അവർക്ക് തോന്നുമെന്നാണ് അത് സംബന്ധമായിട്ടുള്ള വിശദീകരണം. അപ്പൊ ഏതായാലും ഈ അനിശ്ചിതത്വത്തിന് വിരാമമായി നേർക്ക് നേരെ സംഘപരിവാറുമായി സഹകരിച്ചുകൊണ്ട് 1476 കോടി രൂപ കേരളത്തിന് വേണ്ടി നേടിയെടുക്കാൻ നമ്മുടെ സർക്കാർ, നമ്മുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടി. ഇനി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത് സുഭിക്ഷതയുടെ, ക്ഷേമത്തിന്റെ കാലമാണ്. അതായത് കേരളം ഏറ്റവും പ്രിയപ്പെട്ടതായി ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ചിരുന്ന എല്ലാ നീതിബോധത്തെയും പാരമ്പര്യത്തെയും മൂല്യങ്ങളെയും ധാർമ്മികതയെയും 1476 കോടി രൂപയ്ക്ക് നമ്മുടെ LDF സർക്കാർ വിറ്റിരിക്കുകയാണ്. എങ്കിലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ പരാതി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം എങ്ങനെയായാലും ക്യാഷ് കിട്ടിയാൽ മതി. സാധാരണ മലയാളികൾ തമ്മിൽ കണ്ടുമുട്ടിയ ചോദിക്കലുണ്ടല്ലോ, നമ്മുടെ അയ്യപ്പൻ അല്ലെങ്കിൽ നമ്മുടെ ജലാൽ സലീം രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അവന് കാശായോ, പണക്കാരനായോ, അവന് വലിയ വീടുണ്ടോ എന്നൊക്കെയാണല്ലോ ഈ ചോദിക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ എന്നതുപോലെ ക്യാഷ് കിട്ടും എന്ന് കണ്ടാൽ ഏത് തരത്തിലുള്ള അടിയറവിനും തയ്യാറാവുന്ന മലയാളിയുടെ വളരെ വികലമായ കപടമായ മൂല്യബോധത്തിനേറ്റ പ്രഹരം എന്നല്ല അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് പിണറായി സർക്കാർ വളരെ അടിയറവിൻ്റെതായ ഈ ഒരു ഒപ്പിടൽ ചടങ്ങിലൂടെ ഇവിടെ കേരള ജനതയ്ക്ക് നൽകിയിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ ഏറ്റവും രസകരമായിട്ടുള്ളത് LDFിലെ ഒരു ഘടകകക്ഷിയായ ഇന്ത്യൻ നാഷണൽ ലീഗ് INL, അവരുടെ പ്രകടനമാണ് ഏറ്റവും ചിരിക്ക് വക നൽകുന്നത്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറഞ്ഞതുപോലെ PM ശ്രീയിൽ ഒപ്പുവെക്കാനുള്ള LDF സർക്കാരിന്റെ തീരുമാനത്തെ ഏറ്റവും തീക്ഷ്ണമായി, ഏറ്റവും ശക്തമായി ന്യായീകരിക്കുന്നത് മഹാനായ മർഹൂം മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് സ്ഥാപിച്ച INL ആണ്, ഇന്ത്യൻ നാഷണൽ ലീഗാണ് എന്നുള്ളത് ഏറ്റവും വേദനാജനകമാണ്. INLന്റെ പ്രതിനിധി ചാനലിൽ വന്നിരുന്നുകൊണ്ട് വാദിക്കുകയാണ് PM ശ്രീയിൽ ഒപ്പിടുന്നത് അല്ലെങ്കിൽ ഒപ്പിടാനുള്ള തീരുമാനം സംഘപരിവാർ സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം NEP അത് നടപ്പിലാക്കാനുള്ള ഒരു ഒപ്പിടലല്ല, ഒരു സമ്മതമല്ല, ഒരു ഏൽക്കലല്ല. മറിച്ച് ചുളിവിലെ പയ്യെ ഒന്ന് ഒപ്പിടും പോലെ കാണിച്ചിട്ട് ഒപ്പല്ല, ഇന്നനാ വക്കാവന അല്ല, കഅന്നനാ വക്കാവന, ഞങ്ങൾ ഒപ്പിട്ടു എന്നതുപോലെ, അല്ലെങ്കിൽ അസാ അൻ യുവഖിഉ, അവർ ഒപ്പിടാൻ അടുത്തതായേക്കാം, കാദു അൻ യുവഖിഉ, അവർ ഒപ്പിടാൻ അടുത്തവരായി, ഖറുബു അൻ യുവഖിഉ, അവർ ഒപ്പിടാൻ അടുത്തതായി എന്ന് പറഞ്ഞ പോലെ ഒരു മുഖാറബന്റെ ഫിഅൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തൗഖിയാണ് എന്നുള്ള നിലയിലാണ് INLന്റെ സാരഥ്യം വന്നിരുന്നിട്ട് LDF സർക്കാരിന്റെ സമീപനത്തെ ന്യായീകരിക്കുന്നത്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി, പയ്യെ കുമ്പിട്ടാ മതിയായിരുന്നു, പക്ഷെ കിടന്ന് ഇഴയുകയാണ് എന്ന ഈ പാവപ്പെട്ട INLകാർക്ക്
LDF ആ നിലയിലുള്ള വല്ല പരിഗണനയുണ്ടോ? പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം LDFന്റെ കോലായില് ഒരര കീറപ്പായ മാത്രമേ ആ പാവങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതിനുവേണ്ടി മഹാനായ സേട്ടു സാഹിബ് ജീവിതകാലം മുഴുവൻ പരിപാലിച്ച, അദ്ദേഹം വളരെ പാവനമായി കൊണ്ടു നടന്നിരുന്ന സകല മൂല്യങ്ങളെയും സകല രാഷ്ട്രീയ സത്യസന്ധതയെയും ക്രൂരമായി ബലി കഴിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരുപയോഗിക്കുന്ന പാർട്ടി. അവര് മാത്രല്ല, LDFൽ ഇതുപോലെ കുറെ വെള്ളംകോരികള്, വിറവ് വെട്ടികള്, മുസ്ലിം നാമധാരികള്, LDFുമായിട്ട് സഹകരിക്കുന്നവര്, അര MLAയും അര മന്ത്രിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള വേറെ ചില എണ്ണങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ഏതായാലും ഇത് ഇവരുടെ തകരാറ് മാത്രമല്ല, യഥാപ്രജ തഥാ രാജ, അല്ലെങ്കിൽ തഥാ പ്രജ യഥാ രാജ. അത് കേരളത്തിലെ രാജഭരണമാണോ അതല്ല ജനാധിപത്യ ഭരണമാണോ എന്നുള്ളതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് ആ ഒരു ആപ്തവാക്യം, ആ പഴഞ്ചൊല്ല് സൗകര്യാനുസൃതം നിങ്ങൾക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഭാവി പൗരന്മാരെ വളർത്തിയെടുക്കുന്നത് എന്താണ്? ഇവിടുത്തെ വിദ്യാഭ്യാസമാണ്. അവരുടെ സാമൂഹിക ബോധത്തെ, അവരുടെ ജീവിത വീക്ഷണത്തെ, അവരുടെ പ്രപഞ്ച വീക്ഷണത്തെ, അവരുടെ പൗരബോധത്തെ അവരെ തന്നെ രൂപീകരിക്കുന്നത് അവരാർജിക്കുന്ന വിദ്യാഭ്യാസവും അവർ പഠിക്കുന്ന ചരിത്രവും അവർക്ക് കിട്ടുന്ന സാമൂഹിക വീക്ഷണവും ഒക്കെയാണ്. അതിനെ അപ്പാടെ തികച്ചും മാനവിക വിരുദ്ധമായി, വളരെ പ്രാകൃതമായ, വളരെ വർഗീയമായ, വംശീയമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പാഠ്യപദ്ധതിയൊക്കെ തയ്യാറാക്കി നമ്മുടെ ഭാവി തലമുറയെ അപകടകരമായ വർഗീയ ബോധത്തിന്റെ, വിഭാഗീയ ബോധത്തിന്റെ വാഹകരാക്കി, പ്രയോക്താക്കളാക്കി മാറ്റുന്ന ആ NEP നടപ്പിലാക്കാൻ സംഘപരിവാർ സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയാണ് നമ്മുടെ CPMന്റെ നേതൃത്വത്തിലുള്ള INLും കൂടി പങ്കാളികളായ, ഏത് അരപ്പങ്കാളിത്താണോ കാൽ പങ്കാളിത്താണോ ഒരു നിശ്ചയമില്ല, അവരും കൂടി ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് INL പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇത് സംഘപരിവാറിന്റെ അജണ്ടയൊന്നും ഒപ്പിട്ടാലും നടപ്പിലാക്കുകയൊന്നുമില്ല. അപ്പൊ അതിന് ഏതാണ്ട് അവര് പറയാതെ പറയുന്ന ചില ഉപമകള്, അത് ആ ഉപമകൾ അവര് സ്വകാര്യമായിട്ട് പറയുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ മൗലൂദ് ഉണ്ടല്ലോ, നമ്മുടെ മുസ്ലിം സമുദായത്തിൽ മൗലൂദ് ഓതല് ശിർക്കാണോ ശിർക്കല്ലോ എന്നുള്ളത് ചർച്ചയാണല്ലോ. അപ്പോ ചില ബിരുദന്മാര്, അതായത് സുന്നികളുടെ കൂട്ടത്തിൽ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാ തൊട്ട് എത്തിയതുമില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള ചില മൗലവിമാരുണ്ട്. അതായത് അവര് സുന്നത്തി ജമാഅത്തിൽ നിന്ന് പുറപ്പെട്ടു, എന്നാൽ മുജാഹിദിലേക്ക് എത്തിയിട്ടില്ല. സുന്നികൾ ഓതുന്ന മൗലൂദിൽ ശിർക്കുണ്ട് എന്ന് അവർക്ക് ബോധ്യമായിരിക്കുന്നു. പക്ഷെ മൗലൂദ് ഓതാതിരിക്കാൻ അവർക്ക് പറ്റൂല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ചാ, ഈ മൗലൂദ് ഇങ്ങോട്ട് ഓതി വരുമ്പോ അതിൽ ശിർക്കുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന ആ വരികളുടെ അവിടെ വരുമ്പോ അവര് മിണ്ടാണ്ടിരിക്കും, അവരത് ഉറക്കം ഓതൂല. ഓതും പോലെ ആക്കിയിട്ട്, ഇപ്പൊ ഉദാഹരണമായിട്ട് ആ വരിയുടെ അവിടെ വരുമ്പോ ഈ മൗലൂദിന്റെ സദസ്സിൽ പങ്കെടുത്തിട്ടുള്ള ഈ സലഫിസം, വഹാബി ബോധം ഉള്ളിലുള്ള മുഅല്ലിമീങ്ങള്, മുസ്ലിയാക്കന്മാര് മിണ്ടൂല. അവർ ഓതുന്ന പോലെ ആക്കിയിട്ട് അതങ്ങ് ചാടിക്കിടക്കും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു നമ്പർ, അങ്ങനെയാണ് ഇപ്പൊ കേരള സർക്കാർ NEPയുടെ കാര്യത്തില്, ഈ PM ശ്രീയുടെ കാര്യത്തില് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു മസലയാണ് INLലെ ബിരുദന്മാര് നമ്മുടെ പിണറായി സർക്കാരിന്, പിണറായിയുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതായത് ഈ NEPയിലുള്ള PM ശ്രീയിലുള്ള RSS അംശങ്ങൾ അത് കേരളത്തിൽ നടപ്പിലാക്കൂല. ആ RSS അംശങ്ങൾ അങ്ങോട്ട് വരുമ്പോ ഇർത്തക്കബത്തു അലൽഹത്ത മാറ്റി വെക്കുമ്പോൾ അങ്ങ് മാറ്റി വെക്കും. എന്നിട്ട് അതിലുള്ള സെക്യുലർ ആയിട്ടുള്ള അംശങ്ങൾ മാത്രം നടപ്പിലാക്കുള്ളൂ. അതിനുള്ള ഒപ്പിടലാണ് മഫഊല് മുത്തലഖായിട്ട് പറഞ്ഞ അങ്ങനത്തെ ഒരു ഒപ്പിടൽ ആണ് ഒപ്പിട്ടിട്ടുള്ളത്. വഖഅനാ തൗഖീഅൻ, ഒരു ഒപ്പിടൽ ഞങ്ങൾ ഒപ്പിട്ടിരിക്കുന്നു എന്നാണ് INLന്റെ പ്രതിനിധി ചാനലിൽ വന്നിരുന്നിട്ട് നമ്മുടെ LDFന്റെ CPMന്റെ പിണറായിയുടെ തീരുമാനത്തെ ന്യായീകരിക്കുന്നത്.
ഇനി വേറൊരു ഉദാഹരണം INL-കാർക്ക് തമ്മിൽ പറയാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ INL PDP പോലെയുള്ള മുസ്ലിം പാർട്ടികളില് മുജാഹിദുകളായിട്ടുള്ള മൗലവിമാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോ INL-ന്റെയോ മുസ്ലിം ലീഗിന്റെയോ പരിപാടിയില് ഒരു സുന്നി ആയിട്ടുള്ള മുസ്ലിയാർ അല്ലെങ്കിൽ സുന്നി ആയ തങ്ങന്മാരൊക്കെ സുന്നികളാണല്ലോ മിക്കവാറും. അപ്പൊ ഈ സുന്നി തങ്ങന്മാരോ സുന്നി മുസ്ലിയാക്കന്മാരോ ദുആ ചെയ്യുമ്പോൾ INL-ലുള്ള അതുപോലെ മുസ്ലിം ലീഗിലുള്ള മുജാഹിദുകളായിട്ടുള്ള പ്രവർത്തകർക്ക് ആമീൻ പിടിക്കാനും പറ്റൂല, പിടിക്കാതിരിക്കാനും പറ്റൂല. കാരണം അവരുടെയൊക്കെ വോട്ട് വേണമല്ലോ. അപ്പൊ എന്തു ചെയ്യുന്നു വെച്ചാൽ ആമീൻ പിടിക്കുകയാണ് എന്നുള്ള നിലയ്ക്ക് കച്ചം മാന്തിക്കൊണ്ട് നിൽക്കും. അപ്പോ ആമീൻ പിടിക്കുവാണോ? അല്ല കച്ചമാന്തുവാണോ? അല്ല ആമീൻ പിടിക്കുവാണ് എന്ന് പറഞ്ഞ പോലെ NEP അല്ലെങ്കിൽ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കി ഈ 1476 കോടി നരേന്ദ്രമോദിനെ അമിത്ഷാനെയൊക്കെ പറ്റിച്ച് ഇങ്ങനെ മേടിച്ചെടുത്തിട്ട് ഇവിടെ വിദ്യാഭ്യാസ വികസനം നടക്കേണ്ട കാര്യമല്ല. ആരെയാ പറ്റിക്കാൻ പോടെ? നരേന്ദ്രമോദിനെ, അമിത്ഷാനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നിങ്ങൾ ആരോടെ ഈ വക വർത്താനമൊക്കെ പറയണത്? അപ്പൊ കേരള ജനതയെ മണ്ടന്മാരാക്കാൻ കഴിയുമെന്നുള്ള വളരെ ഉറച്ച വിശ്വാസം. കുറെയൊക്കെ അത് ശരിയുമാണ് സുഹൃത്തുക്കളെ. എലക്ഷന്റെ സമയമാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കും. അപ്പൊ വ്യക്തിത്വമില്ലാത്ത, ധാർമ്മികതയോ മൂല്യങ്ങളോ കേരളത്തിന്റെ മഹത്തായ തനതായ സാംസ്കാരിക സാമൂഹിക പാരമ്പര്യമോ പ്രശ്നമല്ലാത്ത സകല അണ്ടനും അടകോടനും ചെമ്മാനും, അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ, കാരണം അപ്പൊ ഇവരെല്ലാവരും കൂടി വോട്ട് ചെയ്ത് ഇവരെ വിജയിപ്പിക്കും. അപ്പോഴത്തേക്കും അപ്പുറമായി ഭയങ്കര പടയായിരിക്കും. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവണോ, VD സതീശൻ മുഖ്യമന്ത്രിയാകണോ, അതല്ല പിന്നെ ആരാണ്, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണോ? ഇവിടെയോ ഒറ്റ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുള്ള മൂന്നാമതും കടന്നു വരൂ സഹോദരന്മാരെ, വോട്ട് കുത്തു എന്നിട്ട് പോകുന്ന കിറ്റും ഒക്കെ ഇവിടെയുണ്ട്. എന്താ പെൻഷൻ ആണെങ്കിൽ 100 രൂപ കൂട്ടിയിട്ടുമുണ്ട്. അപ്പൊ ഈ ജനതയെ പറ്റിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ആകപ്പാടെ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഒരു തുരുത്തായിട്ടുള്ളത് നമ്മുടെ CPI-യുടെ ആ ഒരു മൂല്യബോധത്തിൽ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ ഒരാന്ത്രപ്പേട് തികട്ടല് യശശരീരനായ C അച്യുതമേനോന്റെയും അതുപോലെ നമ്മുടെ PK വാസുദേവൻ നായരുടെയൊക്കെ ആ ഒരു നല്ല കാലം, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ, തനത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ, മഹാനായ കാറൽ മാർക്സ് വിഭാവന ചെയ്ത മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ, സാമൂഹ്യ സമത്വത്തിൽ അധിഷ്ഠിതമായ, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെതായ കാപട്യമില്ലാത്ത, കലർപ്പില്ലാത്ത ആ രാഷ്ട്രീയത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളും വാഹകരുമായിരുന്ന PK വാസുദേവൻ നായരുടെയും C അച്യുതമേനോന്റെ ഒക്കെ നല്ല കാലം ഇപ്പോഴും ബിനോയ് വിശ്വത്തിനൊക്കെ ഇടയ്ക്ക് ഓർമ്മ വരുന്നത് കൊണ്ട് അവരെന്ന് ഇടയ്ക്ക് കലവിലേക്ക് കൂട്ടി നോക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ അവരെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരെ ഒതുക്കും. അതാണ് ഇതുവരെ UAP-യുടെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. മാവോ വേട്ടയുടെ പേരിൽ നിരപരാധികളെ വേട്ടയാടുന്ന രംഗത്ത് നമ്മൾ കണ്ടത്. പൂരം കലക്കി സംഘപരിവാറിന് ഇവിടെ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തപ്പോൾ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ പോലീസിന്റെ സമഗ്രവും സമ്പൂർണവും സർവതല സ്പർശിയുമായ സംഘ്യവൽക്കരണത്തിന്റെ രംഗത്ത് നമ്മൾ കണ്ടതും അതൊക്കെ തന്നെയാണ്. ഏതായാലും ഇവിടെ നമുക്ക് വിലപിക്കാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ മറയില്ലാതെ, വളച്ചുകെട്ടില്ലാതെ, കാപട്യമില്ലാതെ കമ്മ്യൂണിസത്തിന്റെ ബാനറിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേൽവിലാസത്തിൽ RSSന്റെ അജണ്ട കേരളീയർക്ക് പറ്റുന്ന രൂപത്തില് അങ്ങനെ ഇവിടെ നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് നിഫാഖില്ലാതെ, കാപട്യമില്ലാതെ, ഏതാണ്ട് CPM MA ബേബിയെ പോലുള്ള ചില പാവത്തുങ്ങളെ മാപ്പ് സാക്ഷികളാക്കിക്കൊണ്ട് CPM-നെ RSS-ൽ BJP-യിൽ ലയിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കിയെടുത്ത നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ മാനേജർമാരെ നമുക്ക് ഒരു കണക്കിന് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റൂല. കാരണം സംഗതി ഒരുവിധം അതോടുകൂടി തീരുമാനമാവുകയാണല്ലോ. ഇവിടെ നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെതായ ആ തനത് രാഷ്ട്രീയവും ആ സാമൂഹ്യ ബോധവും ആ ചരിത്രവും കേരളത്തിന്റെ സാംസ്കാരികമായ വ്യതിരിക്തതയും സംരക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂട്ടായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയമാണ്. നമുക്ക് ഇന്ത്യയിൽ
ഈ ഫാസിസ്റ്റ് സർക്കാരിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തന്റെ ഇടം കാണിക്കുന്നു. അതായത് കേന്ദ്രത്തിൽ സംഘപരിവാർ ഭരണം നടത്തുന്നു. അപ്പോൾ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന് പല പരിമിതികളുമുണ്ട്. ആ പരിമിതികളെല്ലാം ഉള്ളപ്പോൾ തന്നെ എല്ലാറ്റിലും ഉപരിയായി തങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യവും സാംസ്കാരിക വ്യതിരിക്തതയും അസ്തിത്വവുമാണ് പ്രധാനം എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ നമ്മുടെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ, ബംഗാളിന്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി, ഇവരൊക്കെ മുന്നിലുണ്ട്. അപ്പോ അതിനെ ഒന്നും മാതൃകയാക്കാതെ ശരിക്കും സംഘപരിവാറിന്റെ ഷൂ നക്കിക്കൊണ്ട് കേരളത്തിന് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഈ വിദ്വാൻമാർക്ക് മുമ്പിൽ നമോവാകം അർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇതിവിടെ നിർത്തുകയാണ്.